അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ബിസിനസ് കാര്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കും മറ്റുള്ള ആളുകളിൽ നിന്ന് വലിയൊരു സംഖ്യ കടം വാങ്ങുകയോ വലിയൊരു സംഖ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ സ്വർണങ്ങൾ പണയത്തിന് വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ആ സമയത്തുള്ള ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇതൊരു വലിയ തെറ്റാണെന്നറിഞ്ഞിട്ടും ഈ കാര്യം അവർ ചെയ്യുന്നു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അവർ ഓർക്കാത്തൊരു കാര്യം, എന്ത് കാര്യങ്ങൾ പലിശ പണം കൊണ്ട് ചെയ്താലും, വീട് പണി ആണേലും ബിസിനസ് ആണേലും വിവാഹമാണെങ്കിലും ആ കാര്യങ്ങളിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടം കുറയുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് നൽകാനിരിക്കുന്ന കാരുണ്യവും അനുഗ്രഹവുമെല്ലാം ഇല്ലാതാകും. ലോൺ എടുക്കുന്ന മിക്ക വീടുകളിലും ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയും പലിശയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ഓരോ മാസവും വീട്ടിലെ ചിലവിനുള്ള പണം തികയാതെ വരുന്നു. മറ്റുള്ളവരിൽ നിന്നും വീണ്ടും പണം കടം വാങ്ങേണ്ട സാഹചര്യം വരികയും വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമെല്ലാം ഇതോടെ നഷ്ടപ്പെടുന്നു. തെറ്റുകൾ ചെയ്യാത്തവരായി ആരും ഉണ്ടാകില്ല. പക്ഷേ ആ തെറ്റുകൾ തിരുത്തി അതിൽ നിന്നും അത് ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുന്നവരാണ് ഇരു ലോകത്തെയും വിജയികൾ. പലിശയ്ക്ക് കടം വാങ്ങിയവർ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും വേണം. അല്ലാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മ ചൊല്ലിയാൽ നമ്മുടെ ഏത് കടവും എത്ര വലിയ കടവും വീടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. യാ ബർറു യാ അല്ലാ, ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. പതിവായി ഈ ഇസ്മ 700 വട്ടം പൂർണ്ണ വിശ്വാസത്തോടെ ചൊല്ലി റബ്ബിനെ വിളിച്ചാൽ ആ വിളിക്കുന്നവൻ്റെ മേലിൽ റബ്ബിൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകും. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ ഗുണങ്ങളും ഉപകാരങ്ങളും നൽകും. ഇരു ലോകത്തും ഒരുപാട് ഉപകാരങ്ങൾ നൽകുന്ന ഈ ഇസ്മ ആരും പാഴാക്കരുത്. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.